ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ അങ്ങ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കുന്ന നേരമായി ഇത് മാറണമേ. ജീവനുള്ള വചനം ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന പരിശുദ്ധമായ സമയമായി ഇത് മാറട്ടെ. അനുതാപത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തുന്ന വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ തിരിയിപ്പിക്കുന്ന നേരമായി ഇത് മാറട്ടെ. കർത്താവേ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ബന്ധനങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവയ്ക്കെല്ലാം പരിഹാരമാകുന്ന ദൈവശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിയുന്ന ഒരു സമയമായി ഈ നേരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷയിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ രക്തത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരിയ്ക്കുന്ന സ്ഥലം കർത്താവേ, ഈ ശുശ്രൂഷ നടക്കുന്ന സ്ഥലം എല്ലാം ഞങ്ങൾക്കുള്ളതല്ല, കർത്താവിന്റെ തിരുരക്തത്തിലേക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലും അനുഗ്രഹീതമായ അനുഭവങ്ങളും ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. നിർമ്മല മനസ്സിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. നീതിമാനെ നിത്യം ശക്തി നൽകിടേണമേ. നിർമ്മല മനസ്സിൽ ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. നീതിമാനെ നിത്യം ശക്തി നൽകിടേണമേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യം. എന്റെ വിശുദ്ധ വസ്തുക്കളെ നീ ധിക്കരിച്ച് എന്റെ ശബത്തുകളെ നീ അശുദ്ധമാക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഈ വാക്യം. അശുദ്ധമാക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ പറയുന്നു. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിക്ക് വിപരീതമായ അശുദ്ധി വന്നു ചേർന്നിരിക്കുന്നു. നമ്മുടെ ജീവിതവുമായി ഈ വചനത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ദിവ്യ സന്ദേശം ഇപ്രകാരമാണ്: ഞാനും നിങ്ങളും വിശുദ്ധരാകുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ നാം വിശുദ്ധരായി മാറണമെങ്കിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിലേക്ക് നാം അടുത്തു വരണം. യേശുക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം. ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവന്റെ കയ്യിൽ പിതാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ വിശുദ്ധിയിൽ തുടരേണ്ട നമ്മൾ ക്രിസ്തുവിനെ മറന്ന് മറ്റു പലതിന്റെയും പിന്നാലെ പോകുമ്പോൾ ഞാനാകുന്ന എൻ്റെ ജീവിതം അശുദ്ധമാകുകയാണ്. പ്രിയ ദൈവമക്കളെ, ആ അശുദ്ധിയിൽ നാം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും നമ്മെ കീഴ്പ്പെടുത്തുന്നു. സാത്താൻ നമ്മെ ആക്രമിച്ച് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതിന്റെ വഴിയൊരുക്കിയത് എൻ്റെ പാപവും അശുദ്ധിയും തിന്മയുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, ദൈവഹിതമാകുന്ന വിശുദ്ധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. അവന്റെ രക്തം കൊണ്ട് അവൻ നമ്മെ കഴുകി ശുദ്ധി ചെയ്യുന്ന നേരമായി ഇത് മാറട്ടെ. നമ്മുടെ അകൃത്യങ്ങളിൽ എന്ത് നമ്മുടെ മനസ്സിൽ വന്നാലും അത് ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാനും ശുദ്ധീകരണം പ്രാപിപ്പാനും ഒരു അഭിഷേകം ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരിൽ ഇറങ്ങി വ്യാപരിക്കുവാൻ ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുന്നു. 2, നീ ആരാധിക്കുന്നവനായി മാറുക. വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവൻ ജീവിതത്തിൽ ആരാധനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ശാബത്ത് അശുദ്ധമാക്കി എന്ന് പറയുന്നത് നിന്റെ ആരാധനാ ജീവിതം കുറഞ്ഞു എന്നുള്ളതാണ്. സ്വസ്ഥമായിരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ശാബത്ത് എന്ന് പറയുന്നത് നീ ആരാധിക്കുവാൻ മാറ്റിവെക്കുന്ന നേരമാണ്. ആരാധിക്കുവാൻ മാറ്റിവെക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങളും ദൈവം നടത്തുന്ന വഴികളും ദൈവം നിന്നെ ശുദ്ധീകരിച്ചതും ഓർത്ത് ദൈവത്തെ മഹത്വീകരിക്കുകയും ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവബന്ധത്തെ നിന്റെ ജീവിതത്തിലേക്ക് സ്ഥാപിക്കുകയും നീ ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്.
രണ്ട് കാര്യങ്ങളാൽ നമ്മുടെ ജീവിതം ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്നു. ഒന്ന്, ഞാൻ എന്നെ തന്നെ വിശുദ്ധിക്കായി ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുന്നു. രണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ചില സമയങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനായി മാറ്റിവെക്കും. നിങ്ങളുടെ ജീവിതം മാറി മറിയും. ക്രിസ്തു നിങ്ങളിൽ രാജാവായി വസിക്കും. ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ, ഇവയ്ക്കെല്ലാം മറ്റൊരു മാനം കടന്നു വരും. ദൈവം നിങ്ങളോട് കൂടെ. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധിക്കായി സമർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നവരായി, അങ്ങേ വർഷിപ്പ് ചെയ്യുന്നവരായി മാറുവാൻ ദൈവകരങ്ങളിൽ ഇവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകം ഈ ജനത്തിന്റെ മധ്യേ വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുന്നവർ രൂപാന്തരപ്പെടട്ടെ. അവരുടെ ഉള്ളിൽ ദൈവത്തോട് ചേരാനുള്ള ഒരു ആഗ്രഹം ജനിക്കട്ടെ. വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു കൊതി ജനിക്കട്ടെ. ആലയം ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഇവരുടെ ഉള്ളിലുള്ള അശുദ്ധികൾ, പാപങ്ങൾ, ദുരാത്മാക്കൾ, ദുഷ്ടതകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഇവർ അനുഭവിക്കുന്ന വേദനകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഇവരോടൊപ്പം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരം അവരുടെ മേൽ വ്യാപരിക്കുന്ന നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും വൈകുന്നേരം 8 മണി മുതൽ സ്ലോമോയുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് തുടർന്നും ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വളരാം. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവസന്നിധിയിൽ നിങ്ങൾ ഈ ശുശ്രൂഷ ഉപയോഗിക്കുക. 2 ശുശ്രൂഷയാണ് നമുക്കുള്ളത്. എല്ലാ ദിവസവും 2 മണിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രാർത്ഥനയായി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. 2 വൈകുന്നേരമുള്ളത്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴികളിലും ഉണ്ടാവുകയും നിങ്ങൾ സകലത്തിലും അനുഗ്രഹമാകട്ടെ എന്ന് അനുഗ്രഹിച്ച് ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.